ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പത്തിന് മാത്രമല്ല പൂരിയുടെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കുന്നതിന് നമുക്ക് രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാണ് ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ശരിക്കൊന്ന് നല്ലപോലെ കഴുകിയെടുത്ത്, നല്ലപോലെ അഴുക്കുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ശരിക്കൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ആദ്യം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വിസിലടിക്കാതെ ചുമ്മാ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുള്ള ഉപ്പ് കൂടെ, ഗ്രീൻ പീസിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട്, ചുമ്മാ അടപ്പൊന്ന് അടച്ചു വെച്ചിട്ട്, ടൈറ്റായിട്ടൊന്നും അടയ്ക്കേണ്ട, ചുമ്മാ അടപ്പൊന്ന് മേലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടപ്പൊന്ന് മേലെ വെച്ചിട്ട് ടൈറ്റായിട്ട് അടയ്ക്കാതെ നമുക്കിതൊന്ന് ചുമ്മാ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് തിളയ്ക്കാൻ വെച്ചേക്കുന്ന സമയത്തേക്ക് ഞാൻ അവിടെ സാമാന്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടും ഇതങ്ങനെ മുറിച്ചെടുക്കണം. സവാള ആയാലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് വെള്ളത്തിലിട്ടേക്കുവാണ് കളർ പോകാതിരിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ഗ്രീൻ പീസ് നമുക്ക് എന്തോരമായി തിളച്ചിട്ടെന്ന് നോക്കണം. അപ്പോൾ ഇത്രയും സമയം മതി. ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഇത്രയും പച്ചക്കറികൾ ചെറുതായിട്ട് മുറിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഗ്രീൻ പീസ് എന്തോരം വെന്തിട്ടുണ്ട് എന്ന് നോക്കണം. അപ്പോൾ ഗ്രീൻ പീസ് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾക്ക് ഈ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് ഗ്രീൻ പീസ് ശരിക്ക് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസും പച്ചക്കറികളും ഒന്നിച്ചാണെങ്കിലും ചേർത്തിട്ട് വേവിക്കാം കേട്ടോ. എനിക്ക് ഗ്രീൻ പീസ് ശരിക്കും കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. ബാക്കിയുള്ള പച്ചക്കറികൾ അധികം അങ്ങനെ വെന്തുടയാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗ്രീൻ പീസ് ഒന്ന് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളോട് ചേർത്ത് കൊടുത്ത് കഴിയുമ്പം നമുക്ക് ഒരു വിസിൽ വരുത്തി മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും എന്ത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അധികം വെന്തുടയാതെ തന്നെ ഇതിൽ കിടക്കും. അപ്പോൾ ഗ്രീൻ പീസ് ശരിക്കും ഒന്ന് വെന്തും കിട്ടും. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ഒരു വിസിൽ വരുന്ന ആ ചൂടിൽ ഗ്രീൻ പീസ് ശരിക്കും വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ നേരത്തെ ഒരു തക്കാളി എടുത്ത് വെച്ചിരുന്നു. ആ തക്കാളി നമുക്കിത് അതിലേക്ക് ഇങ്ങനെ ചെറുതായി, നേരത്തെ മുറിച്ച് വെച്ചില്ല കേട്ടോ. തക്കാളി നേരത്തെ മുറിച്ച് വെച്ചാൽ അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ നേരിട്ട് കുക്കറിലേക്ക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു വിസിലിൽ മാത്രം ഇത് ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നേരത്തെ നമ്മൾ വെയിറ്റ് ഇടാതെയാണ് ഗ്രീൻ പീസ് തിളപ്പിച്ചത്. അത് വേകുന്ന സമയം കൊണ്ട് ഒരു 2.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് കുറുമയ്ക്ക് കുറച്ച് തേങ്ങ കൂടുതൽ വേണം. അപ്പോൾ അത് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ശരിക്ക് നല്ലപോലെ ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം. തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങയിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെറുതെ തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് തേങ്ങ പാലിൻ്റെ കൂടെ കുറച്ചൊരു എഫക്റ്റ് കിട്ടും. അത് ശരിക്കും ഒന്ന് ചതച്ച് എടുക്കാൻ പോവാണ്. ശരിക്കും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടുള്ളൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ ഇത് അരച്ചെടുക്കണം. സാധാരണ കറികൾക്കൊന്നും അരയ്ക്കുന്ന പോലെയല്ല, അതിലും കുറച്ചും കൂടിയും കൂടുതലായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. തേങ്ങയും പാലും ശരിക്ക് തിരിയുന്ന പോലെ പരുവത്തിലും കൂടിയല്ല, തിരിയാത്ത പരുവത്തിൽ ശരിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് വിസിൽ അടിച്ച് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. പച്ചക്കറികൾ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്ക് ഗ്രീൻ പീസ് ശരിക്ക് വെന്തിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള പച്ചക്കറികളൊന്നും വെന്തങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് ശരിക്ക് തിള വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങ അരപ്പോടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ശരിക്കും ശ്രദ്ധിക്കുക. തേങ്ങയിൽ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, തേങ്ങ മാത്രമാണ് അരച്ചെടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരമായിട്ടാണ് തേങ്ങ കൂടെ അരച്ചെടുത്തിട്ട്, തേങ്ങ ശരിക്ക് തേങ്ങാപ്പാൽ പോലെ അരച്ചെടുത്തിട്ടാണ് ഈ കറിയിൽ
ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി തേങ്ങ ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തേങ്ങ ആയാലും അതെ, തേങ്ങാപ്പാലായാലും അതെ, കറിക്ക് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പായാലും മുളക് പൊടിയായാലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു 1.25 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ശരിക്കൊന്ന് ടേസ്റ്റ് പുറത്തേക്ക് നിൽക്കണം. ആ പാകത്തിനാണ് ഗരം മസാല ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഗരം മസാല കൊണ്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്, കടുക് വറുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പം കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കടുകെല്ലാം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ചുമന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതും നിങ്ങൾക്ക് ധാരാളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒത്തിരി നമുക്ക് കയ്യിലുള്ള അനുസരിച്ചിട്ട് നല്ല ധാരാളം വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും നല്ലപോലെ മുരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി. ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും എന്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു.